നമസ്കാരം. ഇന്ന് പരിചയപ്പെടുത്തുന്ന ഇന്ത്യൻ നദി ബ്രഹ്മപുത്ര നദിയാണ്. ഏഷ്യയിലെ വമ്പൻ നദികളിലൊന്നാണ് ബ്രഹ്മപുത്ര. ചൈന, ഇന്ത്യ, ബംഗ്ലാദേശ് എന്നീ 3 രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന ഈ നദി ടിബറ്റിലെ മാനസ സരോവർ തടാകത്തിന് സമീപത്തു നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഹിമാലയത്തിൻ്റെ ചരിവുകളിലൂടെ ഒഴുകി അരുണാചൽ പ്രദേശും ആസാമും കടന്ന് പടിഞ്ഞാറോട്ടൊഴുകുന്ന ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ എത്തിച്ചേരുന്നു. അവിടെ വെച്ച് പത്മ അതായത് ഗംഗാ നദിയുമായി കൂടിച്ചേരുന്നു. ബ്രഹ്മപുത്ര ഒടുവിൽ മേഘന എന്ന നദിയുമായി ചേർന്ന് ആ പേരിലൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം 2900 കിലോമീറ്റർ നീളമുള്ള ബ്രഹ്മപുത്രയുടെ 916 കിലോമീറ്റർ മാത്രമാണ് ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. വലുതും ചെറുതുമായ ഒട്ടേറെ പോഷകനദികൾ ബ്രഹ്മപുത്രയ്ക്കുണ്ട്. ലോഹിത്, ദിബാങ്, ധാൻസിരി, സുബൻസിരി, കാമെങ്, മാനസ്, തിസ്ത എന്നിവയാണ് ബ്രഹ്മപുത്രയുടെ പ്രധാനപ്പെട്ട പോഷകനദികൾ. ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷകനദിയായ ലോഹിത് കിഴക്കൻ ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് അരുണാചൽ പ്രദേശിലൂടെ ഒഴുകി ആസാമിൽ വെച്ച് ബ്രഹ്മപുത്രയുമായി ചേരുന്നു. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള പാലമായ ഭൂപൻ ഹസാരിക സേതു, അതായത് 9.15 കിലോമീറ്റർ, ലോഹിത് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദിബാങ് അരുണാചൽ പ്രദേശിൽ നിന്ന് ഉത്ഭവിച്ച് ആസാമിൽ വെച്ച് ബ്രഹ്മപുത്രയുമായി കൂടിച്ചേരുന്ന നദിയാണ് ദിബാങ്. 95 കിലോമീറ്ററാണ് 195 കിലോമീറ്റർ നീളമാണ് ദിബാങ് നദിയുടേത്. ധാൻസിരി നാഗാലാൻഡിൽ ലൈസാങ് മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ധാൻസിരി നദി ആസാമിലൂടെ ഒഴുകി ബ്രഹ്മപുത്രയുമായി ചേരുകയാണ് ചെയ്യുന്നത്. സുബൻസിരി ടിബറ്റിൽ നിന്ന് ഉത്ഭവിച്ച് അരുണാചൽ പ്രദേശിലൂടെയും ആസാമിലൂടെയും ഒഴുകി ഒടുവിൽ ബ്രഹ്മപുത്രയുമായി ചേരുന്ന നദിയാണ് സുബൻസിരി. 450 കിലോമീറ്റർ നീളമുണ്ട് സുബൻസിരി എന്ന നദിക്ക്. സുബൻസിരി ബ്രഹ്മപുത്രയുമായി ചേരുന്ന പ്രദേശത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ നദീദ്വീപായ മാജുലി സ്ഥിതി ചെയ്യുന്നത്. കാമെങ് ആസാമിലെ തെസ്പൂരിൽ വെച്ച് ബ്രഹ്മപുത്രയുമായി ചേരുന്ന പോഷക നദിയാണ് കാമെങ്. അരുണാചൽ പ്രദേശിലാണ് കാമെങ് നദിയുടെ ഉത്ഭവം. മാനസ് ബ്രഹ്മപുത്ര നദിയുടെ മറ്റൊരു വലിയ പോഷക നദിയാണ്. ഏറ്റവും വലിയ പോഷക നദിയാണ് മാനസ്. ടിബറ്റിൽ ഉത്ഭവിക്കുന്ന ഈ നദി അവിടെ നിന്ന് തെക്കോട്ടൊഴുകി ഭൂട്ടാൻ കടന്ന് അരുണാചൽ പ്രദേശിലൂടെ ഇന്ത്യയിൽ പ്രവേശിക്കുന്നു. 376 കിലോമീറ്റർ നീളമുള്ള മാനസ് ആസാമിൽ വെച്ചാണ് ബ്രഹ്മപുത്രയുമായി ചേരുന്നത്. തിസ്ത എന്നും ടിസ്റ്റ എന്നും പേരുള്ള ഈ നദി സിക്കിമിൽ ഉത്ഭവിച്ച് ബംഗ്ലാദേശിൽ വെച്ച് ബ്രഹ്മപുത്രയുമായി ചേരുന്നു. ഓരോ നാട്ടിലും ഓരോ പേരാണ് ബ്രഹ്മപുത്രയ്ക്ക് ഉള്ളത്. ടിബറ്റിൽ സാങ്പോ എന്നും അരുണാചൽ പ്രദേശത്തിൽ ദഹാങ് എന്നും സിയാങ് എന്നും ഇതറിയപ്പെടുന്നു. ആസാമിലെത്തുമ്പോഴാണ് ബ്രഹ്മപുത്ര എന്ന പേര് കിട്ടുന്നത്. ബംഗ്ലാദേശിൽ ജമുന എന്നാണ് ബ്രഹ്മപുത്രയുടെ പേര്. അങ്ങനെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ പേരുകളിലാണ് ബ്രഹ്മപുത്ര നദി അറിയപ്പെടുന്നത്. 3 രാജ്യങ്ങളുടെ സംസ്കാരത്തിൽ ഇഴുകിച്ചേർന്ന നദിയാണ് ബ്രഹ്മപുത്ര എന്ന നദി. ഏഷ്യ എന്ന വൻകരയിലെ ചൈന, ഇന്ത്യ, ബംഗ്ലാദേശ് എന്ന 3 രാജ്യങ്ങളിലൂടെ ഒഴുകുന്ന ബ്രഹ്മപുത്രയെ പറ്റിയുള്ള ഒരു ചെറിയ വിവരമാണ് നിങ്ങളുമായി പങ്കുവച്ചത്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.